എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 2026. Five of Pentacles, Chariot, King of Cups, Fool energy, Four of Wands, and last, Judgment energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ തന്നെ 5 Pentacles and 4 of Wands എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തിക ഭദ്രത, സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഒത്തിരി ഉണ്ടാകുന്ന ഒരു മാസം കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം. സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ജോലി സംബന്ധമായിട്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും കാണിക്കുന്നത്, അതായത് ജോലിയിൽ ശമ്പള വർധനവ്, പ്രൊമോഷൻ കാര്യങ്ങൾ വഴി ഉണ്ടാകുന്ന സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം ആവണമെന്നില്ല. ഇത് മറ്റു വഴികളിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ശേഷി നല്ല രീതിയിലാകുന്നു എന്നുള്ളത് ഒരുപക്ഷെ മറ്റു വഴികളിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേറെ വഴികളിലൂടെ ധനം സമ്പാദിക്കാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്നല്ലാതെ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു ബിസിനസ് സൈഡായിട്ട് തുടങ്ങാൻ ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നതാണ് ഈ മറ്റു വഴികളിലൂടെയൊക്കെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതും സാധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് ഒത്തിരി തൃപ്തികരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ലൈഫ് ഇതുവരെ ഒന്നും ബാലൻസിലായിരുന്നില്ല പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള നേട്ടമെന്ന് സ്വന്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ ചെയ്ത് അതിലൂടെ ധനം സമ്പാദിക്കുന്ന ഒരു സാഹചര്യമാകാം ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വളരെയധികം ഇൻസ്പിറേഷണലായിട്ടുള്ളൊരു സമയമാണ്. അതായത് വളരെയധികം പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷയോട് കൂടിയിട്ട് ചെയ്യുന്നത് അതിന് തക്കതായിട്ടുള്ള ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കോൺഫിഡൻസ് കൂടുതലായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഇതുവരെ വൈകി അല്ലെങ്കിൽ ഡിലേ ആയിട്ടുള്ള പോസ്റ്റ്പോൺ ആയി പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ സ്മൂത്തായിട്ട് നടന്നു പോകുന്നു എന്നുള്ളതും നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു മാസത്തിൽ. കുടുംബം, വീട് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നല്ല കാര്യങ്ങൾ സംഭവിക്കുക. അപ്പോൾ ഫാമിലിയിൽ നല്ലത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ജനറലി സാധ്യമാകുന്നുണ്ട്. ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങൾ അച്ഛനമ്മമാർ, സഹോദരങ്ങൾ അല്ലെങ്കിൽ വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ ഭാര്യ, മക്കൾ, ഭർത്താവ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ബന്ധങ്ങളിൽ നിന്ന് ഒത്തിരി സന്തോഷം ലഭിക്കുന്നുണ്ട്. ബന്ധങ്ങളിൽ നിന്നും സംതൃപ്തി ലഭിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം കാണിക്കുന്നുണ്ട്. ഫാമിലിയായിട്ട് ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ പറ്റുന്നു. അത് ഓരോരുത്തരുടെ സാഹചര്യം, വിവാഹിതരായവരോ അല്ലാത്തവരോ നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നതിന് മുമ്പ്, വിവാഹത്തിന് മുമ്പാണെങ്കിൽ പാരൻസും ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അതേപോലെ വിവാഹത്തിന് ശേഷമാണെങ്കിൽ ഇതേപോലെ ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ, അതോടൊപ്പം തന്നെ പാരൻസും ഒരുമിച്ച് കൊണ്ടുപോകുന്നവരാണെങ്കിൽ അങ്ങനെ എങ്ങനെയായാലും കുടുംബം നല്ല രീതിയിൽ ഇമ്പത്തോടു കൂടി കഴിയുന്ന ഒരു സാഹചര്യം. കുടുംബം എന്ന് പറയുന്ന ഒരു വീട് എന്നുള്ള കാര്യമൊക്കെ അല്ലെങ്കിൽ വീടെന്നുള്ളൊരു സ്വപ്നമൊക്കെ നിങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിലാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, സെൽഫ് കെയർ ഒക്കെ എടുക്കാൻ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ വീട് എന്നുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു സമയം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വീട് പണി പൂർത്തിയാക്കുന്ന ഒരു സമയമാവും ഇത്. അപ്പോൾ വീട് പണി പൂർത്തിയാക്കി വീട്ടിലേക്ക് കയറി താമസിക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ ഓൺട്രപ്രനോറിയൽ എനർജി ഉണ്ട്. ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നു എന്നത്, അൾട്രാ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത്, ഒരു ക്രിയേറ്റീവ് വിഷണറിയാണ് നിങ്ങളെന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സക്സസ് അതായത് വിജയം സുനിശ്ചിതമായിട്ടുള്ളൊരു സമയം എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്, അതേപോലെ ഫൂൾ എനർജി. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റിയലിസ്റ്റിക് ആയിട്ട്, അതായത് തീരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രതീക്ഷകളൊന്നും വെച്ചുകൊണ്ട് പോകരുത്. അല്ലാത്ത പക്ഷം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെല്ലാം തന്നെ സാധിക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ അതായത് നിങ്ങൾ ഇന്ന രീതിയിൽ, ഇപ്പോൾ ഞാൻ ഇന്ന രീതിയിൽ ബിസിനസ് ചെയ്ത് നിങ്ങളൊരു കോടീശ്വരനാവും, നിങ്ങൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ അത് പിന്നെയും ഒരു എക്സ്പെക്റ്റ് ചെയ്യാൻ നിങ്ങളത് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു നിലയിലെത്താം. പക്ഷേ നാളെ ഞാനൊരു കോടീശ്വരനാവണം എന്ന് പറഞ്ഞാൽ അത് അൺഎക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ തീരെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള പ്രതീക്ഷകൾ വെച്ച് പ്രതീക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാവണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് എനർജി കണക്ഷൻസ് ആണ്. ജഡ്ജ്മെൻറ്റ് എനർജി ആൻഡ് 4 ഓഫ് വോൺസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന സമയമാണ്. അപ്പോൾ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇതുവരെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ബാച്ചുലേഴ്സ് ആയിരുന്നു, എനിക്ക് വിവാഹം കഴിക്കുന്നുണ്ടാവാം, അടുത്തിടയ്ക്ക് വിവാഹശേഷം കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആവുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ജീവിച്ച ആ ഒരു സാഹചര്യത്തിൽ നിന്നൊരു കുട്ടിയുടെ ഉത്തരവാദിത്വം ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു മാറ്റമാണ്. അപ്പോൾ ആ ഒരു മാറ്റം നിങ്ങൾ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കുന്നു, എങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നതിനനുസരിച്ചിട്ടൊക്കെ ജീവിതം അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്നത്, ഇതെനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് പുറത്ത് കിടക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ജോലി സംബന്ധമായിട്ടുള്ള മാറ്റവും ഉണ്ടാവാം. ജോലി സംബന്ധമായിട്ട് മാറ്റം എന്ന് പറയുമ്പോൾ ജോലിയിൽ പ്രമോഷനോ ശമ്പള വർധനമോ എന്നുള്ളൊരു രീതിയല്ല, മറിച്ച് ജോലി മാറ്റം ആണ്. അതായത് ഇപ്പോൾ ഉള്ളൊരു ജോലിയിൽ നിന്ന് പുതിയൊരു ജോലിയിലേക്ക് മാറുന്നു എന്നുള്ള രീതിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിലുള്ള ജോലിയിൽ ഒരു ഉയർച്ച ഒരിക്കലും കാണുന്നില്ല, പക്ഷെ നിങ്ങൾ ജോലി മാറുകയാണെങ്കിൽ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതായത് നിങ്ങൾ ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് മാറി മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നു പൂർണ്ണമായിട്ടും. അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ രീതിക്കും സാഹചര്യത്തിനും അനുസരിച്ചിട്ട് ചിലപ്പോൾ നല്ല ശമ്പളം അവിടെ കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ വേറൊരു പൊസിഷൻ ആവാം. ആ ഒരു രീതിയിലുള്ളൊരു മാറ്റമാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ലൈഫിൽ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്, ഏത് രീതിയിൽ മുന്നോട്ടേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അതിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് സ്വയം ആത്മവിശ്വാസം കൂടുതലുള്ളൊരു സമയം കൂടിയിട്ടാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയറ്റ് ആൻഡ് 4 ഓഫ് വോൺസ് എനർജി സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിയേറ്റിവിറ്റിയാണ്, പാഷൻ്റെ പുറകെ പോകുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളുടെ പാഷൻ എന്താണോ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു ടേണിംഗ് പോയിന്റിലാണെങ്കിൽ, ഇപ്പോൾ 10 കഴിഞ്ഞു 12 കഴിഞ്ഞു ആ ഒരു രീതിയിൽ ഇനി അടുത്തത് എന്ത് എന്നുള്ളതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ ചുറ്റുപാടുമുള്ള ആളുകളിൽ നിന്ന് അത് ആ കോഴ്സിന് സ്കോപ്പില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അങ്ങനെ പല കാര്യങ്ങൾ കേൾക്കാം. പലരും പലവിധ അഭിപ്രായങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് നിങ്ങൾക്ക് ആരാവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോവാം. അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോഴും വേറെ വല്ലവരും വേറെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് മുന്നോട്ടേക്ക് പോവുകയും വ്യക്തമായിട്ടുള്ള ആ ഒരു വിശ്വാസം നിങ്ങളിൽ അർപ്പിക്കുകയും ചെയ്ത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എനർജിയിൽ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അതിന് പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് തന്നെയാണ് കാണിക്കുന്നത്. നെഗറ്റീവ് ഫീലിങ്സോ കാര്യങ്ങളൊന്നും ചിന്തകളൊന്നും പേഴ്സ്പെക്റ്റീവ് നെഗറ്റീവ് പുതിയൊരു അവയർനെസ്സും ഒരു നല്ലൊരു പേഴ്സ്പെക്റ്റീവും ജീവിതത്തിൽ ഉണ്ടാകുക. പിന്നെ ഇപ്പോൾ പറയാം ജഡ്ജ്മെൻറ്റ് എനർജി ഉണ്ട്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് സിറ്റുവേഷനാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വയം ഒരു സെൽഫ് റിയലൈസേഷനാണ് പലർക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത്. നിങ്ങൾ സ്വയം ആ ഒരു എന്താ പറയുക തുറന്ന മനസ്സോട് കൂടിയിട്ട് ചിന്തിക്കുകയും മറ്റും ചെയ്താൽ മാത്രമാണ് ഈ ഒരു റിയലൈസേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകുന്നുള്ളൂ. നിങ്ങളുടെ ശരിയായിട്ടുള്ള പൊട്ടൻഷ്യൽ, നിങ്ങൾ ആരാണ് എന്താണ് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു തുറന്ന മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ടൈമാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്കൊരു സെൽഫ് റിയലൈസേഷനാണ് ഇത് എന്താണ് ലൈഫ്, എങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത് നിർത്തി സ്വന്തം ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, ഏത് രീതിയിൽ എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലേക്ക് വരാം. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജീസൊക്കെ റിലീസ് ചെയ്തിട്ട് നിങ്ങൾ ചില ആളുകൾ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നു എന്ന് പറയുമ്പോൾ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതും കാണിക്കുന്നു. പക്ഷേ ബാഹ്യമായിട്ട് പുറത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുകയോ അതൊന്നും കാണിക്കുന്നില്ല. പക്ഷേ പുറത്ത് ഇങ്ങനെ ഒരു അതായത് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആകുന്നതോ അല്ലെങ്കിൽ
ആത്മീയതയിലേക്ക് പോകുന്നതോ നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ഒരു രീതിയല്ല, മറിച്ച് നിങ്ങൾ വളരെ കാമായിട്ട് നിങ്ങൾ അതിലേക്ക് കൂടുതൽ അതിനെ മനസ്സിലാക്കുകയും നിങ്ങളെ തന്നെ മനസ്സിലാക്കുക, അതായത് നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സമയത്തിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് വീട്ടമ്മമാരോ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഈ ഒരു സമയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.